الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم عباد الله وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فاستقم كما أمرت ومن تاب معك ولا تطغوا إنه بما تعملون بصير. ولا تركنوا إلى الذين ظلموا فتمسكم النار وما لكم من دون الله من أولياء ثم لا تنصرون. സമാദരണീയരായ സത്യവിശ്വാസികളെ, മാന്യ സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ മാനിച്ചും ഇഷ്ടാനിഷ്ടങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയും ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ മാനിച്ച് ധർമ്മനിഷ്ഠയോടെ ജീവിക്കാൻ ശ്രദ്ധിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഞാൻ ആദ്യമേ ഉപദേശിക്കുകയും തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയും ചെയ്യും. സത്യവിശ്വാസികളായ നാം ഈ ഭൂമുഖത്ത് ജീവിക്കുന്ന സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ഉത്തമനായ സൃഷ്ടിയാണ്. ഒരു മുഅ്മിനിനേക്കാൾ അത്യാദരവുള്ള മറ്റൊരു സൃഷ്ടിയും ലോകത്തില്ല എന്നാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചത്. അള്ളാഹുവിൽ ഏറ്റവും ആദരണീയൻ വിശ്വാസിയാണ്. മനുഷ്യന്റെ കഴിവ് നോക്കുമ്പോൾ അതിനെ അതിജയിക്കുന്ന ഒരുപാട് കഴിവുകളുള്ള സൃഷ്ടികൾ ഈ ദുനിയാവിലുണ്ട്. അതിനേക്കാളൊക്കെ ആദരവ് യഥാർത്ഥത്തിൽ ഇസ്ലാം വിശ്വാസിക്കാണ് നൽകിയിട്ടുള്ളത്. അള്ളാഹു വിശ്വാസിയെയാണ് ആദരിക്കുന്നത്. ഉറുമ്പിന്റെ ഘ്രാണശക്തിയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അതിനിഷ്ടപ്പെട്ട വസ്തു എവിടെയാണുള്ളത് എന്ന് കണ്ടുപിടിക്കാൻ ആരോടും ചോദിക്കേണ്ടതില്ല. ആനയുടെ കേൾവിശക്തിയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അതിൻ്റെ പുറത്തിരിക്കുന്ന പാപ്പാൻ പോലും അറിയാതെ കിലോമീറ്ററുകൾ ദൂരെ നിന്നുള്ള ചെറിയ മെസ്സേജുകൾ പിടിച്ചെടുക്കാൻ അതിൻ്റെ ചെവിക്ക് അള്ളാഹു കഴിവ് കൊടുക്കുന്നു.
ഒരു ചെറിയ മുഴക്കം പോലും അനുഭവപ്പെടാത്ത രൂപത്തിൽ ഒരു ആന വെള്ളത്തിന്റെ അടുത്തെത്തിയാൽ മറ്റ് ആനകളെ വിളിക്കാൻ അതിന് കഴിയുന്നു. അത്രയേറെ കേൾവി ശക്തി ആനക്കുണ്ട്. അതുപോലെ പൂച്ചക്കുണ്ട്. 4 കിലോമീറ്ററിലധികം ദൂരത്ത് ഒരു മനുഷ്യ ശരീരം വെള്ളത്തിൽ വീണാൽ അത് പിടിച്ചെടുക്കാനും മണക്കാനുള്ള കഴിവ് നമ്മുടെ സ്രാവിനുണ്ട്. അങ്ങനെ ഏത് സൂക്ഷ്മ ജീവിയെപ്പോലും നമ്മൾ പഠിച്ചാൽ അതൊക്കെ പല രൂപത്തിൽ മനുഷ്യനേക്കാൾ കഴിവുള്ളവരാണ്. പക്ഷെ അല്ലാഹുവിന്റെ ആദരണീയൻ മനുഷ്യനാണ്. ഒന്നാമത്തെ ആ സൂക്ത അവതരണ വേളയിൽ തന്നെ ഇഖ്റാ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ ഖലഖൽ ഇൻസാന മിൻ അലഖ ഇഖ്റാ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം. ആദ്യം 5 സൂക്തങ്ങൾ അവതരിച്ചു. അതിൽ മനുഷ്യന് അല്ലാഹു നൽകിയ അത്യാദരവിനെ കുറിച്ച് പറയുന്നുണ്ട്. നിന്റെ റബ്ബ് അത്യുദാരനാണ്. എന്തുകൊണ്ട്? അവനാണ് പേന പിടിച്ച് എഴുതാൻ നിന്നെ പഠിപ്പിച്ചത്. നമ്മൾ കാട്ടിലെ രാജാവ് സിംഹാണെന്ന് തമാശക്കെങ്കിലും പറയാറുണ്ട്. പക്ഷേ അത്രയൊക്കെ ശക്തിയും ധീരതയും അവകാശപ്പെടുന്ന ഒരു മൃഗത്തിന് പോലും സ്വന്തം പേര് എഴുതി ഒപ്പിടാൻ അറിയില്ല. എന്തേ? തലച്ചോറിൽ നിന്ന് ഏറ്റവും കൂടുതൽ നാഡികള് പേശികള് വരുന്നത് മനുഷ്യന്റെ കൈകളിലേക്കാണ്, മനുഷ്യന്റെ കൈ വിരലുകളിലേക്കാണ്. ഈ സംഗതി നമ്മെ പഠിപ്പിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഒരു മഹത്തായ അനുഗ്രഹമാണ്. ആ സൂക്തത്തിന്റെ തുടക്കം, അല്ലെങ്കിൽ ആദ്യമായി ഹിറായുടെ മൊട്ടക്കുന്നിൽ അവതരിക്കപ്പെട്ട സൂറത്ത് വിണ്ണും മണ്ണും തമ്മിലുള്ള ആ സംയോജനം. അതെന്താണ്? അവിടുന്നുള്ള സന്ദേശങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിലൂടെ പ്രവാചക പുങ്കവൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുത്തതാണ്. അതിലെ ഒന്നാമത്തെ വേർഡ് തന്നെ ഇഖ്റ, വായിക്കണം. അത് ഒരു കൽപ്പന. വയറ് നിറച്ച് ചോറുന്നവനോട് ഒന്നും കൂടെ കമ്പനിക്ക് വേണ്ടി ഒന്ന് ഇരിക്കുന്ന് പറഞ്ഞാല് ഓൻ പറയും ആദ്യമൊക്കെ എന്ത് ഇല്ലപ്പ കഴിച്ചിട്ടുള്ളൂ, ഇനി വേണ്ടെന്ന്. ഇനി ചിലപ്പോ ഓൻ ഇരുന്നൂന്ന് വെക്കുക. എന്നാല് ആദ്യം കഴിക്കണവനേക്കാളും കൂടുതൽ ചിലപ്പോ തിന്നൂന്നൊക്കെ വരും. കാരണം അങ്ങനെയാണ്, തിന്നോനും തിന്നാൻ കഴിയും. ഒരു കൈക്കോട്ട് കൊടുത്തുകൊണ്ട് മൺവെട്ടി കൊടുത്തിട്ട് ഇവിടെ കൊത്തിക്കൂടുന്ന് പറഞ്ഞാല് ഇന്നേവരെ അങ്ങനെ കളച്ചു നോക്കിയിട്ടില്ല. വേണമെങ്കിൽ ഒന്ന് ശ്രമിച്ചു നോക്കാം, അയാൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ നോക്കൂ നിങ്ങള്, വായിക്കാൻ കഴിയാത്ത ഒരു മനുഷ്യനോട് യു ഷുഡ് റീഡ്, ഈ വായിച്ചേ പറ്റൂ എന്ന് പറഞ്ഞാൽ ആ മനുഷ്യന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുങ്ങള്. മാ അനബി ഖാരി, എനിക്ക് വായിക്കാൻ കഴിയില്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അറിയിച്ചു. എന്നാ ഇനി പൊയ്ക്കോ എന്ന് പറഞ്ഞു വിട്ടോ? ഇല്ല, പിടിച്ചു, ഒന്ന് അമർത്തി. ആ ഹദീസിന്റെ വേർഡുകൾ ഓരോന്നും ശ്രദ്ധേയാണ്, വെറുതെ വിട്ടില്ല. വീണ്ടും പറഞ്ഞു ഇഖ്റ, വായിച്ചേ പറ്റൂ. അപ്പോഴും ഉത്തരം നേരത്തെ പോലെ മാ അനബി ഖാരി, എനിക്ക് വായിക്കാൻ അറിയില്ല. അവിടുന്ന് ഇങ്ങോട്ടാണ് പിന്നെ ഖുർആനിന്റെ സൂക്തങ്ങൾ അവതരിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എപ്രകാരമാണ് മനുഷ്യനെ ആദരിച്ചത് എന്ന് പഠിപ്പിക്കുകയാണ്. അതിനേക്കാളും വലിയ ഒരു ആദരവ് വിശ്വാസിക്ക് വേറെ കിട്ടിയത് എന്താണ്? അവനെ വിശ്വാസിയാക്കി എന്നതാണ്. ഒരിറക്ക് വെള്ളം കുടിക്കുമ്പോ പോലും ഒരു വിശ്വാസിക്ക് അത് മറക്കാൻ കഴിയില്ല. വിശന്ന നേരത്ത് ഭക്ഷണം കഴിക്കുമ്പോഴും ആ വിശ്വാസി ഓർക്കുന്നത് ആ അനുഗ്രഹത്തെക്കുറിച്ചാണ്. അൽഹംദുലില്ലാഹ് അല്ലദീ അത്അമനാ വസഖാനാ വജഅലനാ മിനൽ മുസ്ലിമീൻ. എന്നെ ഭക്ഷിപ്പിക്കുകയും കുടിപ്പിക്കുകയും ചെയ്ത തമ്പുരാനെ നിനക്കാകുന്നു സർവസ്തുതിയും. കേൾക്കാൻ എളുപ്പ, തിന്ന ഇറക്കുക അല്ലെങ്കിൽ വെള്ളം കുടിക്കുക എന്നൊക്കെ പറയുന്നത്. അത് വയറ് സ്വീകരിക്കാത്ത ഒരവസ്ഥ വന്നാലുള്ള അവസ്ഥ എന്താണ്? ഒരിറക്ക് വെള്ളം അങ്ങോട്ട് ഇറങ്ങൂല, അതിനേക്കാൾ ഫോഴ്സിൽ അത് ഇങ്ങോട്ട് പുറന്തള്ളും. ഛർദിച്ചിട്ട് ഒരിറക്ക് വെള്ളം ഇറക്കാൻ കഴിയാത്ത ഒരവസ്ഥയെ കുറിച്ച് ആലോചിച്ച് നോക്കുങ്ങള്. ആ ശ്വസനനാളവും അന്നനാളവും അടുത്തടുത്താ സ്ഥിതി ചെയ്യുന്നത്.
നാം ഭക്ഷണം കഴിക്കുന്ന ആ ഭക്ഷണത്തിന്റെ ഉരുള ഒന്നായിട്ട് ശ്വാസനാളത്തേക്ക് പോകണ്ട, ഒരു വറ്റു പോയാൽ മതി അവന്റെ സുഖം കഴിയാൻ. ആ രൂപത്തില് നമ്മൾ ആലോചിക്കുമ്പോൾ ഒരു ഇറക്ക് വെള്ളം കുടിക്കുന്നു എന്നത് ഒരു അനുഗ്രഹമാണ്. അല്പം ഭക്ഷണം കഴിക്കുന്നു എന്നത് ഒരു വലിയ അനുഗ്രഹമാണ്. അതിനേക്കാളും വലിയൊരു അനുഗ്രഹമാണ് വിശ്വാസി അവിടെ ഓർക്കുന്നത്. അതെന്താണ്? വജഅലനാ മിനൽ മുസ്ലിമീൻ, നീ ഞങ്ങളെ വിശ്വാസിയാക്കി എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു തന്ന വലിയൊരു അനുഗ്രഹം. ഖന്തക്കിന്റെ വിരിമാറിൽ ഹിജ്റ 5-ാം വർഷത്തില് മദീനയിലുള്ള ശത്രുസഖ്യം ഒന്നടങ്കം മുസ്ലിമീങ്ങളെ വേരോടെ പിഴുതെറിയാൻ വേണ്ടി മദീനയിൽ ഒരുമിച്ചു കൂടിയപ്പോ വിശ്വാസികളുമായിട്ട് പ്രവാചകൻ ആലോചിച്ചു എന്ത് ചെയ്യണം. ശത്രുപക്ഷം ഒരുപാട് 10 മടങ്ങ് കൂടുതലാണ്. അവർ സുശക്തരാണ്, സുസജ്ജരാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം ആയുധമില്ല, ആൾബലമില്ല. യാതൊരു നിലക്കും ശത്രു സഞ്ചയത്തോട് ഏറ്റുമുട്ടാനുള്ള ഒരു രൂപത്തിലല്ല വിശ്വാസികൾ. പേർഷ്യയിൽ നിന്ന് വന്ന യുദ്ധതന്ത്രജ്ഞനായ മുസ്ലിം സഹോദരൻ സ്വഹാബി വര്യൻ സൽമാനുൽ ഫാരിസിയുമായി അള്ളാഹുവിന്റെ റസൂല് കൂടിയാലോചിച്ചു. അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, അള്ളാഹുവിന്റെ റസൂലെ, നമുക്ക് ഒരൊറ്റ മാർഗമേ ഉള്ളൂ. എന്തെയ്യാ, ഈ മദീനക്ക് ചുറ്റും ഒരു കിടങ്ങാണ്ട് കുഴിക്കാം. JCB കൊണ്ടല്ല കേട്ടോ, ഒട്ടിയ വയറുമായിട്ട് വേണ്ടത്ര ആയുധമില്ലാതെ ചുട്ടുകൊള്ളുന്ന മണലാരണ്യത്തിൽ വിശന്നു പൊരിഞ്ഞ വയറുമായിട്ട് അവർ കിടങ്ങ് കുഴിക്കാൻ തീരുമാനിച്ചു. പടച്ചതമ്പുരാനെ, നിന്റെ അപാരമായ അനുഗ്രഹം ഞങ്ങൾക്കില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾക്കൊരിക്കലും വിശ്വാസികളാകാൻ സാധിക്കുമായിരുന്നില്ല. ആ വിശ്വാസികളുടെ വായിൽ നിന്ന് വന്നതാ, വലാ തസദ്ദഖ്നാ വലാ സ്വല്ലൈനാ, ഞങ്ങൾക്ക് യഥാവിധി നമസ്കാരം നിർവഹിക്കുവാനോ നിന്റെ മാർഗത്തിൽ ധർമ്മം ചെയ്യുവാനോ ഞങ്ങൾക്ക് സാധിക്കുമായിരുന്നില്ല. ഫഅൻസിലൻ സകീനതൻ അലൈനാ വസബ്ബിതിൽ അഖ്ദാമ ഇല്ലാ ഖൈനാ. 10,000-കണക്കായ ശത്രു സഞ്ചയം ഞങ്ങൾക്കെതിരെ ആഞ്ഞെടുക്കുമ്പോ അവർക്കെതിരെ ശക്തിമത്തായി പോരാടാനുള്ള ആ സ്ഥൈര്യം നാഥാ നീ ഞങ്ങൾക്ക് നൽകണമേ. നീയാണല്ലോ ഞങ്ങൾക്ക് വിശ്വാസികളായി ജീവിക്കുവാനുള്ള അവസരം നൽകിയത് എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസികൾ അവിടെയും ഓർത്തത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വിശ്വാസി എന്ന നിലക്ക് അവർക്ക് നൽകിയ അനുഗ്രഹത്തെയാണ്. നമ്മളെപ്പോഴും ഓർത്തുകൊണ്ടിരിക്കേണ്ട ഒരു സംഗതി, ഞാനൊരു വിശ്വാസിയാണ്, ഒരു വിശ്വാസിയായി ജീവിക്കുവാനുള്ള അവസരം അള്ളാഹു എനിക്ക് നൽകിയിരിക്കുന്നു എന്ന സംഗതിയാണ്. പ്രഭാതത്തിലെയും പ്രദോഷത്തിലെയും പ്രവാചക പുങ്കവന്റെ പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഒരു പ്രാർത്ഥന നമുക്ക് കാണാൻ പറ്റും. കാന യഖൂലു ഇദാ അസ്ബഹ വ ഇദാ അംസ. പ്രഭാതവേളയിലും വൈകുന്നേര സമയത്തും അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. എന്താണത്? അസ്ബഹന അലാ ഫിത്രത്തിൽ ഇസ്ലാം. അള്ളാഹുവെ, ഈ ഇസ്ലാമാകുന്ന ശുദ്ധ പ്രകൃതിയിൽ ജീവിക്കാനുള്ള അവസരം ഈ പ്രഭാതവേളയിൽ നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നു. വഅലാ കലിമത്തിൽ ഇഖ്ലാസ്, ശുദ്ധമായ തൗഹീദ് അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള അവസരം, സൗഭാഗ്യം നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നു. വഅലാ ദീനി നബിയിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങളുടെ പുണ്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്ന ദീനനുസരിച്ച് ജീവിക്കുവാനുള്ള അവസരവും നൽകിയ നാഥാ നിനക്ക് സ്തുതി. അതല്ലെങ്കിൽ അത്തരം ഒരു ജീവിതമാണ് റബ്ബേ നീ എനിക്ക് നൽകേണ്ടത്. വഅലാ മില്ലത്തി അബീന ഇബ്രാഹിം അലൈഹിസ്സലാം ഹനീഫൻ മുസ്ലിമൻ വമാ കാന മിനൽ മുശ്രിക്കീൻ. അതുപോലെ തന്നെ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആ മില്ലത്ത്, ആദർശ പാത,
അസൽ പന്താവ് പിമ്പറ്റിയുള്ള ഒരു ജീവിതം നാഥാ ഈ പ്രഭാതവേളയിൽ നീ ഞങ്ങൾക്ക് നൽകണമേ എന്ന ആശയം വരുന്ന ഒരു പ്രാർത്ഥന പ്രവാചകന്റെ പ്രഭാതത്തിലെയും പ്രദോഷത്തിലെയും പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയും. പ്രിയ സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി ഇതാണ്. ആധുനിക സമകാലീന സമൂഹത്തിൽ വിശ്വാസികൾ അനുഭവപ്പെടുന്ന ഏറ്റവും വലിയ ഒരു ക്രൈസിസ് എന്താന്ന് ചോദിച്ചാൽ അത് ഐഡന്റിറ്റി ക്രൈസിസ് ആണ്. വേറെ ഏതും തീർക്കാൻ പറ്റും. സ്വന്തം വ്യക്തിത്വം കളഞ്ഞു കുളിക്കുക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഒരിക്കലും ഒരു വിശ്വാസി സമൂഹത്തിന് പരിഹരിക്കാൻ പറ്റിയ ഒന്നല്ല. അവിടെയാണ് അള്ളാഹുവിന്റെ പരീക്ഷണം ഉണ്ടാവുക. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനത്തിൽ നമുക്ക് കാണാൻ പറ്റും, യുഷിഖു അൻ തദാഅ അലൈക്കുമുൽ ഉമമു മിൻ കുല്ലി ഉഫുഖ്. ഇന്ന് നമ്മൾ അനുഭവിക്കുന്നത് അതാണ്. ഇന്ത്യ രാജ്യത്ത് മാത്രമല്ല, ഇന്ത്യക്ക് പുറത്തും ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും വിശ്വാസി സമൂഹത്തെ ശത്രു സഞ്ചയം ആക്രമിക്കുന്ന ഒരു കാലം വരും. ഏതുപോലെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോ ഭക്ഷണത്തളികയിൽ നിന്ന് ആളുകൾ ഭക്ഷണം അവരുടെ കൈകൊണ്ട് വാരിയെടുത്ത് സ്വന്തം വായിലേക്ക് കൊണ്ടുപോകുന്നത് പോലെ മുസ്ലിം ഉമ്മത്തിനിട്ടിങ്ങനെ ഓഹരി വെക്കുന്ന അല്ലെങ്കിൽ ആക്രമിക്കുന്ന ഒരവസ്ഥ വരാനിരിക്കുന്നു. ഇത് കേട്ട മാത്രയിൽ അവിടെയുള്ള സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ് ഫമിൻ ഖല്ലത്തിൻ യൗമഇദിൻ, അല്ലാഹുവിന്റെ റസൂലെ അന്ന് ഞങ്ങൾ വളരെ കുറവായിരിക്കുമോ, ന്യൂനപക്ഷമായിരിക്കുമോ എന്ന്. ഖാല ല, പ്രവാചകൻ പറഞ്ഞു ഒരിക്കലും ന്യൂനപക്ഷമാവൂല. വലാകിന്നകും ഉസാഉൻ കഉസാഇസ് സൈൽ, മലവെള്ളപ്പാച്ചിലിൽ കുത്തിയൊലിക്കുന്ന ചപ്പ് ചവറുകളെ പോലെയായിരിക്കും നിങ്ങൾ. യുജഅലുൽ വഹനു ഫീ ഖുലൂബിക്കും, ദുനിയാവിനോടുള്ള ആഭിമുഖ്യം മൂലം ഒരു തരം ദൗർബല്യം നിങ്ങളുടെ മനസ്സിൽ അല്ലാഹു ഇട്ടുതരും. വയുൻസഉർ റുഅബ മിൻ ഖുലൂബി അദുബിക്കും, നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ ശത്രുവിന്റെ മനസ്സിലുള്ള ഒരു ഭീതി ഉണ്ടല്ലോ, അതില്ലാതെ പോകും. ഇത് പറഞ്ഞപ്പോ അവര് ചോദിച്ചറിഞ്ഞു എന്താണ് ഇതിന്റെ അർത്ഥമെന്ന്. അപ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ അതിന് പറഞ്ഞ മറുപടി, ഈ ദുനിയാവിനോടുള്ള ഇഷ്ടം, വകറാഹിയത്തുക്കും അൽ മൗത്ത്, മരിക്കാനുള്ള പേടി. ആർക്കാ മരിക്കാൻ പേടി ഉണ്ടാകുക? ഞാനൊരു ശരിയായ വിശ്വാസിയാണെങ്കിൽ മരണത്തെ ഭയപ്പെടേണ്ടതില്ല. അത് എപ്പോഴും എന്റെ കൂടെയുള്ള ഒന്നാണ്. ഒരാളെ സംബന്ധിച്ചിടത്തോളം ജീവിക്കുന്നു എന്നതാണ് മരിക്കുന്നതിനേക്കാൾ ഇടങ്ങേറുള്ള ഒരു സംഗതി. ഒരു ക്ലോക്ക് ഇങ്ങനെ നടക്കുന്നു എന്ന് പറയുന്നത് അതില് ചാർജ് വേണം, അതിന്റെ ഓരോ ചെറിയ പാർട്സും നന്നായി ചലിക്കുമ്പോഴാണ് അത് കൃത്യമായ സമയം കാണിച്ച് ആ സൂചി ചലിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ക്ലോക്ക് അല്ലെങ്കിൽ വാച്ച് നിൽക്കലാണോ എളുപ്പം അതോ നടക്കലാണോ ഏറ്റവും പ്രയാസകരെന്ന് ചോദിച്ചാൽ നമുക്ക് അനായാസ ഉത്തരം പറയാൻ കഴിയും, അത് നടക്കുക എന്നുള്ളതാണ് പ്രയാസം, മരിക്കാൻ എളുപ്പ. അത് നമ്മുടെ കൂടെ തന്നെയുണ്ട്, നിമിഷ നേരം കൊണ്ട് സംഭവിക്കും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു പനി വന്നാൽ പോലും ആ മരണത്തെയായിരുന്നു ഓർത്തിരുന്നത്. അദ്ദേഹം ചൊല്ലാറുള്ള ഒരു കവിതയുണ്ട്, കുല്ലും ബിഇൻ മുസബ്ബഹും ഫീ അഹ്ലിഹി വൽ മൗതു അദ്നാ മിൻ ശറാകീന അലിഹി. എല്ലാ മനുഷ്യന്മാരും അവരുടെ കുടുംബത്തോടൊന്നിച്ച് എത്ര സന്തോഷത്തോടെ കഴിഞ്ഞുകൂടുന്നത്. ഒരു കാര്യം അവൻ ഓർക്കുന്നില്ല, വൽ മൗതു അദ്നാ മിൻ ശറാകീന അലിഹി. അവൻ കാലിൽ ധരിച്ച ചെരുപ്പിന്റെ വാറിനേക്കാൾ അടുത്താണ് യഥാർത്ഥത്തിൽ മരണം. നൈലിന്റെ കവി എന്നറിയപ്പെടുന്ന ഇമാം ഷൗക്കി പറഞ്ഞിട്ടുണ്ട്, ദഖാത്തു ഖൽബുൽ മർഇ ഖായിലത്തുൻ ലഹു ഇന്നൽ ഹയാത ദഖായിഖും വസവാനി. നിന്റെ ഹൃദയത്തിന്റെ ഓരോ മിടിപ്പും സഹോദരാ നിന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താണത്? ഇന്നൽ ഹയാത ദഖായിഖും വസവാനി. ജീവിതം എന്ന് പറയുന്നത് ഏതാനും സെക്കൻഡുകൾ അല്ലെങ്കിൽ ഏതാനും മിനിറ്റുകൾ, അത്രയേ ഉള്ളൂ.
നീറ്റിലെ പോളക്കു തുല്യമാം ജീവനെ പോറ്റുവാനെത്ര ദുഃഖിക്കുന്നു മനുഷ്യർ എന്ന് മലയാള കവി പാടിയതും അത് തന്നെ. അത് നീറ്റിലെ വെള്ളത്തിലെ കുമിളകൾ കണക്കെ പെട്ടെന്ന് പൊട്ടിപ്പോകും, അതില്ലാതെയായി പോകും. അതാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിന്റെ ആകത്തുക. ഈ ദുനിയാവിൽ ജീവിക്കുന്നിടത്തോളം കാലം യഥാർത്ഥ മുഅ്മിനായി മുസ്ലിമായി ജീവിക്കാൻ സാധിക്കണം. അവന്റെ ഐഡന്റിറ്റി കീപ്പ് ചെയ്യാൻ അവന് സാധിക്കണമെന്നർത്ഥം. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഈ ഹദീസിന്റെ അർത്ഥം അതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ഹൂദില് വിശ്വാസിയെ ഓർമ്മിപ്പിക്കുന്ന, പ്രവാചകനെ ഉത്ബോധിപ്പിച്ച ഒരു സൂക്തമാണ് ഞാൻ നിങ്ങളെ ഓതിക്കേൾപ്പിച്ചത്. ഫസ്തഖിം കമാ ഉമിർത വമൻ താബ മഅക വലാ തതൗ ഇന്നഹു ബിമാ തഅമലൂന ബസീർ. ഫസ്തഖിം, പ്രവാചകരെ താങ്കൾ നേരെ ചൊവ്വേ നിലനിൽക്കണം. ഒരു ഇസ്തിഖാമത്ത് വേണം. അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിഞ്ഞ് എല്ലാരെയും പ്രീതിപ്പെടുത്തി എല്ലാരെ ആദർശവും സ്വീകരിച്ച് ഇവൻ ഏതാന്ന് വരെ പറയാൻ പറ്റാത്ത കോലത്തില് ഒരു ഐഡന്റിറ്റി ഇല്ലാത്ത ഒരവസ്ഥ ഒരു വിശ്വാസിക്ക് ഉണ്ടാകാൻ പാടില്ല. ഫസ്തഖിം കമാ ഉമിർ, എങ്ങനെയാണോ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് അതുപോലെ നേരെ ചൊവ്വേ ഉറപ്പോടെ നിലനിൽക്കാൻ പ്രവാചകന് സാധിക്കണം. വമൻ താബ മഅക, പ്രവാചകന്റെ കൂടെ പശ്ചാത്തപിച്ച് മടങ്ങി യഥാർത്ഥ ദീനി വിശ്വാസം ഉൾക്കൊണ്ട ആളുകൾക്കും അതിന് സാധിക്കണം. വലാ തതൗ, ഒരിക്കലും നിങ്ങൾ അതിർവരമ്പുകൾ ലംഘിക്കരുത്. അള്ളാഹുവിന്റെ കൽപ്പനയനുസരിച്ച് അതിർവരമ്പുകൾ മാനിച്ചുകൊണ്ട്, ഹലാല് ഹറാമുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കുമ്പോഴേ ഒരാൾക്ക് ഇസ്തിഖാമത്ത് സാധ്യമാവൂ, ഒരാൾ ശരിയായ മുഅ്മിനാവൂ. എല്ലാരും പ്രീതിപ്പെടുത്താൻ വേണ്ടി അവന്റെ വിശ്വാസം അങ്ങനെയാണ്, എന്നാ അങ്ങനെ ആയിക്കോട്ടെ. അവന്റെ ചെയ്തികളൊക്കെ ഇങ്ങനെയാണ്, എന്നാ അങ്ങനെ ആയിക്കോട്ടെ. ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്, നിങ്ങൾ അതിനോട് സഹകരിക്കണം. ഒരു കുഴപ്പമില്ല. ഒരു ബഹുമത സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാവരോടും സഹകരണം വേണം. പക്ഷേ അത് വിശ്വാസം പണയം വെച്ചാകരുത്, തന്റെ ആദർശം ഹനിച്ചുകൊണ്ടാകരുത്. واصبر نفسك مع الذين يدعون ربهم بالغداة والعشي ولا تعد عيناك عنهم تريد زينة الحياة الدنيا ولا تطع من أغفلنا قلبه عن ذكرنا واتبع هواه وكان أمره فرطا. 18-ാമത്തെ അധ്യായം സൂറത്തു കഹ്ഫ് എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ പാരായണം ചെയ്യാറുള്ള സൂറയാണ്. അതിലെ 28-ാമത്തെ സൂക്തം വസ്ബിർ നഫ്സക്, പ്രവാചകരെ താങ്കളുടെ മനസ്സിനെ താങ്കൾ പിടിച്ചു നിർത്തണം. മഅല്ലദീന യദഊന റബ്ബഹും ബിൽ ഗദാത്തി വൽ അശി, പ്രഭാതത്തിലും പ്രദോഷത്തിലും തന്റെ റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നല്ല വിശ്വാസികളോടൊപ്പമാകണം താങ്കൾ. ഒരു വലിയ ഖുറൈശിക്കൂട്ടം പ്രവാചകനെ സമീപിച്ചു പറഞ്ഞു, നിങ്ങളുടെ കൂടെ പ്രവാചകന്റെ കൂടെ കൂടുന്നവരൊക്കെ വളരെ പട്ടിണി പാവങ്ങളാണ്, ഇന്നവരെപ്പോരൊക്കെ ഉള്ള ചില ആൾക്കാരാണ്. നമ്മളെ കാര്യപ്പെട്ട ആൾക്കാരൊന്നും നിങ്ങളെ കൂട്ടത്തിൽ കാണുന്നില്ല. അതുകൊണ്ട് അവരൊക്കെ ഒന്നാണ്ട് ഒഴിവാക്കുകയാണെങ്കിൽ ഞങ്ങളുണ്ടാവും നിങ്ങളെ കൂടെ. ഇതായിരുന്നു അവര് പ്രവാചകനോട് പറഞ്ഞത്. അതിനുള്ള മറുപടിയാണ് അള്ളാഹു വാനലോകത്ത് നിന്ന് പ്രവാചകന് നൽകുന്നത്. പ്രഭാതത്തിലും പ്രദോഷത്തിലും പടച്ച തമ്പുരാനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിനയാന്വിതരായ വിശ്വാസികളുടെ കൂടെയാകണം അള്ളാഹുവിന്റെ പ്രവാചകൻ. ഈ ദുനിയാവിന്റെ പകിട്ട് കണ്ടിട്ട് അതിലങ്ങനാണ്ട് വലിയ വിഭ്രാന്തി പൂണ്ട് അവരോടൊപ്പം ഒരിക്കലും പ്രവാചകൻ നിൽക്കരുത്. ولا تعد عيناك عنهم تريد زينة الحياة الدنيا ولا تطع من أغفلنا قلبه عن ذكرنا. അള്ളാഹുവിനെ സ്മരിച്ച് പടച്ചവനെ പേടിച്ച് ജീവിക്കുന്ന ആളുകളെ ഒഴിവാക്കിയിട്ടുള്ള ഒരു ജീവിതം ഒരു വിശ്വാസിക്ക് കരണീയമല്ല, അഭികാമ്യമല്ല. നമ്മളെ ഏറ്റവും നല്ല ആരാകണം? ഒരു നല്ല വിശ്വാസിയാകണം. പരലോകത്ത് വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല
നമ്മളുടെ പേര് വിളിക്കുമ്പോ നമ്മളുടെ കൂട്ടുകാരന്റെ പേര് കൂടി പറയും എന്നാണ്. ആലോചിച്ച് നോക്കുമ്പോൾ ആ ഒരു ചങ്ങാത്തത്തിനും ആ ഫ്രണ്ട്ഷിപ്പിനും ദീന് നൽകുന്ന ഒരു സ്ഥാനം. നമ്മളെ സ്വഭാവം മനസ്സിലാക്കാൻ നമ്മൾ ആരൊപ്പാന്ന് നോക്കിയാൽ മതി. നമ്മൾ ഇന്നേ വരെ മദ്യപിച്ചിട്ടില്ല, ലഹരി വസ്തു ഉപയോഗിച്ചിട്ടില്ല. പക്ഷെ നമ്മുടെ ഒരു ഇന്റിമേറ്റ് ഫ്രണ്ട് അതിൽപ്പെട്ട ഒരാളാണെങ്കിൽ നമ്മൾ അയാളെപ്പറ്റി ഒന്നും പറഞ്ഞില്ല, പക്ഷെ ഇന്ന ആളൊപ്പാണ് അർത്ഥം എന്ന് മാത്രം പറഞ്ഞാൽ മതി, കഴിഞ്ഞു. അവനെപ്പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും അതോടുകൂടി കിട്ടി. അതുകൊണ്ട് ആ ചങ്ങാത്തം കൂടുമ്പോ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ ചെറുപ്പക്കാര് ആരാകണം നമ്മളുടെ ഫ്രണ്ട്സ്? അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന വിശ്വാസികളാകണം. അതുകൊണ്ട് നല്ലവരുമായി കൂട്ടുകൂടണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. വലാ തതഗൗ ബിമാ തഅമലു ഇന്നഹു ബിമാ തഅമലൂന ബസീർ. ഒരിക്കലും അതിക്രമിക്കരുത്, പരിധി ലംഘിക്കരുത്. വലാ തർകനൂ ഇലല്ലദീന ളലമൂ ഫതമസ്സകുമുന്നാർ വമാ ലകും മിൻ ദൂനില്ലാഹി മിൻ ഔലിയാ സുമ്മ ലാ തുൻസറൂൻ. ഫസ്തഖിം കമാ ഉമിർത എന്ന് പറഞ്ഞ ആയത്ത്, ആ ആശയം ഒന്നുകൂടെ ശക്തിപ്പെടുത്തുകയാണ് അള്ളാഹു. എന്താണത്? വലാ തർകനൂ ഇലല്ലദീന ളലമൂ. ഈ പറഞ്ഞതിന്റെ അർത്ഥം ളുൽമ ചെയ്യുന്ന അതിക്രമകാരികളായ ആളുകളുടെ കൂട്ടത്തിലേക്ക് താങ്കൾ ചാഞ്ഞു പോകരുത്. ആലോചിച്ച് നോക്കണം നിങ്ങള്. ഏറ്റവും വലിയ ളുൽമെന്താ? അത് ഖുർആൻ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. അത് ഒരുത്തനെ മറ്റവനെ കത്തിയിട്ട് വെട്ടലല്ല. അങ്ങനെ ചെയ്യുന്നത് വലിയ അതിക്രമം തന്നെയാണെങ്കിലും ഏറ്റവും വലിയ അക്രമം എന്ന് ഖുർആൻ വിശേഷിപ്പിച്ചത് നിനക്ക് വായുവും വെള്ളവും നൽകിയ, നിന്നെ സൃഷ്ടിച്ച നിന്റെ റബ്ബിന് പങ്കാളികളെ സ്ഥാപിക്കലാണ്. അതാണ് ഏറ്റവും വലിയ അക്രമം. ഇന്ന ശിർക ലളുൽമുൻ അളീം എന്ന് ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ മകനെ ഉപദേശിക്കുന്നുണ്ട്. ആ ഉപദേശങ്ങളുടെ കൂട്ടത്തിൽ തുടക്കം തന്നെ ശിർക്കിന്റെ ഗൗരവം ബോധ്യപ്പെടുത്തിയിട്ടാണ്. ഇന്ന ശിർക ലളുൽമുൻ അളീം. തീർച്ചയായും ശിർക്കാണ് ഏറ്റവും വലിയ അക്രമം. കാരണം എന്താണ്? ആ റബ്ബാണ് നമ്മളെ സൃഷ്ടിച്ചത്, ആ റബ്ബാണ് നമ്മളെ പരിരക്ഷിക്കുന്നത്, ആ റബ്ബാണ് നമ്മളെ പോറ്റിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ആ റബ്ബിനെ കണ്ട് ഒഴിവാക്കിയിട്ട് ആ സ്ഥാനമൊക്കെ വേറൊരാൾക്ക് കൊടുക്കുകയാണെങ്കിലോ അത് വലിയ അക്രമമാണ്. അതുകൊണ്ട് വലാ തർകനൂ ഇലല്ലദീന ളലമൂ. അക്രമികളായ ആളുകളിലേക്ക് ഒരിക്കലും ചാഞ്ഞു പോകരുത്. ഫതമസ്സകുമുന്നാർ. അത് താങ്കളെ നരകം സ്പർശിക്കാൻ കാരണമായി ഭവിക്കും. വമാ ലകും മിൻ ദൂനില്ലാഹി മിൻ ഔലിയാ. ദുനിയാവിലും ആഖിറത്തിലും താങ്കൾക്ക് രക്ഷയും മിത്രവുമായി താങ്കളെ സഹായിക്കുക ആരാണ്? അള്ളാഹു മാത്രമാണ്. സുമ്മ ലാ തുൻസറൂൻ. അള്ളാഹനെ ഒഴിവാക്കിയാല് വേറെ ഒരു സഹായവും താങ്കൾക്ക് ലഭിക്കുകയില്ല. ലക്ഷണമൊത്ത മനുഷ്യരായി, റബ്ബിനെ ഭയപ്പെടുന്ന മുത്തക്കികളായി, അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസമുള്ള ശരിയായ വിശ്വാസികളായി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അപ്പോഴാണ് യഥാർത്ഥ മുഅ്മിന് ലഭിക്കുന്ന എല്ലാവിധ നേട്ടങ്ങളും നമുക്ക് ദുനിയാവിൽ ലഭിക്കുക, പരലോകത്തിൽ ലഭിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം വിശ്വാസികളുടെ കൂട്ടത്തിൽ, മുത്തഖികളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. യഥാർത്ഥ വിശ്വാസികളായിക്കൊണ്ടല്ലാതെ, മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ ഈ ദുനിയാവിനോട് വിട പറയുന്ന ഒരവസ്ഥ വിശ്വാസിക്കുണ്ടാകാൻ പാടില്ല എന്നാണ് എല്ലാ വെള്ളിയാഴ്ചകളിലും തഖ്വ കൊണ്ട് ഉപദേശിക്കുമ്പോൾ
നമ്മൾ ആ കൂട്ടത്തിൽ കേൾക്കാറുള്ളത്. അത്തരം മുത്തക്കികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് ഓഗസ്റ്റ് 15 എല്ലാ കൊല്ലത്തെ പോലെയും നാം രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ചു. അതില് ഊറ്റം കൊണ്ടു, സന്തോഷം കൊണ്ടു, ആഹ്ലാദം കൊണ്ടു. ഏറ്റവും കൂടുതൽ അങ്ങനെ ആഹ്ലാദിക്കാനും സന്തോഷിക്കാനും അർഹര് ആരെങ്കിലും ഈ ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇന്ത്യ ഗേറ്റില് 13,000 ചില്ലാനം മുഅ്മിനീങ്ങളുടെ പേരാണ് ഈ ദേശത്തിനു വേണ്ടി സമരം ചെയ്ത് ജീവൻ ത്യജിച്ച മഹാത്മാക്കളുടെ പേരെഴുതി വെച്ചപ്പോൾ എഴുതി വെച്ചിട്ടുള്ളത് 13,000 ചില്ലാനം ആളുകൾ. ആ ഒരു പാരമ്പര്യവും മഹത്വവും നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. ഹുബ്ബുൽ വതൻ മിനൽ ഈമാൻ എന്നത് ഒരു ഹദീസ് അല്ലെങ്കിൽ പോലും ഒരു ഹദീസ് പോലെ വിശ്വാസികൾ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന ഒരു സംഗതിയാണത്. അതായത് സ്വന്തം നാടിനോടുള്ള ഇഷ്ടം എന്ന് പറയുന്നത് അത് ഈമാനിന്റെ നേർപകുതിയോളം വരും. ഈമാനുണ്ടോ അവർ യഥാർത്ഥ വിശ്വാസികളായി മാറണമെന്നർത്ഥം. ഞാൻ മലപ്പുറത്തുകാരനാണ്. അവിടെ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദാജിയെ കുറിച്ച് നിങ്ങളെപ്പോലെ ഞങ്ങളും ഓർക്കാറുണ്ട്. ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ കയ്യിൽ പെട്ട് മലപ്പുറത്തെ കോട്ടക്കുന്നിൽ കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തെ കൊല്ലാൻ നിൽക്കുന്ന സമയത്ത് ഒരപേക്ഷ ഉണ്ടായിരുന്നു ബ്രിട്ടീഷുകാരുടെ പക്ഷത്തു നിന്ന്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ നാട് വിടാനുള്ള സൗകര്യം ഞങ്ങൾ ചെയ്തു തരാം, നിങ്ങൾക്ക് സൗദിക്ക് പോകാന്നാ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, സൗദി എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നാട് തന്നെയാണ്. എന്റെ 5 നേരത്തെ സംസ്കാരത്തിൽ തിരിഞ്ഞു നിൽക്കുന്നത് ആ സൗദിയിലേക്കും കഅബയിലേക്കും ഒക്കെ തന്നെയാണ്. പക്ഷേ എന്റെ നാടാണ് എനിക്ക് വലുത്. ഈ ജന്മനാട്ടിൽ കിടന്ന് മരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, എന്നെ കൊല്ലുന്നുണ്ടെങ്കിൽ എന്റെ കണ്ണ് കെട്ടിയിട്ട് എന്നെ വെടിവെക്കരുത്. പിന്നിൽ നിന്നിട്ട് നിങ്ങൾ എല്ലാരും കൊല്ലണമാതിരി എന്നെ കൊല്ലരുത്. എന്ത് ചെയ്യണം? മുന്നിൽ വന്നിട്ട് നിങ്ങൾ നിറയൊഴിക്കണം. ആ ഒരു ധീരത ആലോചിച്ച് നോക്കുങ്ങള്. തക്ബീർ ധ്വനികൾ മുഴക്കിയിട്ടാണ് 2 റക്അത്ത് സുജൂദ് നിസ്കരിച്ചിട്ടാണ് അദ്ദേഹം ഈ നാടിന് വേണ്ടി ജീവൻ ത്യജിക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള ചരിത്രങ്ങൾ നമ്മളുടെ മുന്നിലുണ്ട്, നമ്മളെ മനസ്സിലുണ്ട്, നമ്മളെവിടൊക്കെയോ കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. പക്ഷെ അത് പുറം ലോകം അറിയുന്നില്ല. നമ്മളെ ഇളം തലമുറക്ക് ഈ നാടിനു വേണ്ടി നമ്മുടെ പൂർവികർ സഹിച്ച ത്യാഗങ്ങളെക്കുറിച്ച് അറിയുന്നില്ല. അത് നമ്മൾ പറഞ്ഞു കൊടുക്കണം, അവരെ അറിയിക്കണം. ആ ബോധം ഉള്ളവരായി ജീവിക്കുകയും വേണം. ഒപ്പം ഇന്ന് നമ്മൾ അനുഭവപ്പെടുന്ന ഏറ്റവും വലിയ ഭയപ്പാടുകളുണ്ടല്ലോ, അതെന്താന്ന് വെച്ചാൽ ഈ രാജ്യത്തിന്റെ എല്ലാ ഭരണഘടന ഉച്ചസ്ഥലം പ്രഖ്യാപിച്ച സംഗതികളൊക്കെ ഒന്നൊന്നായി ഇല്ലാതെയാകുന്ന ഒരു ദുരവസ്ഥ കൂടി നാടിൽ വന്ന് ഭവിച്ചിട്ടുള്ളത്. അതില് അവള് വിശ്വാസികൾ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. കൂട്ടത്തില് ഓർക്കുന്നുണ്ട്, ഓഗസ്റ്റ് 14 സ്വാതന്ത്ര്യം കൊടുക്കാന്ന് പറഞ്ഞത്. പക്ഷെ നമ്മളെ ജ്യോതിഷിമാരാണ് അത് വേണ്ടെന്ന് പറഞ്ഞത്. ആലോചിച്ചോക്കണം. ജ്യോതിഷിമാര് അപ്പോഴും എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ശകുനം നോക്കി, നഹസ് നോക്കി, ജ്യോതിഷം നോക്കിയിട്ട് പറഞ്ഞു 14 വേണ്ട, ഈ അർദ്ധരാത്രി ഉണ്ട് കഴിഞ്ഞോട്ടെ. അതുകൊണ്ടാണ് സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എന്ന് മൗലാന ആസാദിനെ പോലെയുള്ളവർ ഗ്രന്ഥം രചിച്ചത്. എന്തേ അർദ്ധരാത്രി? എന്തേ നട്ടുച്ചക്ക് ഒഴിവില്ലായിട്ട? അല്ല, അത് ആ ശകുനപ്പിഴ വിചാരിച്ചിട്ടാ. ചൊവ്വയിലേക്ക് പേടകം വിട്ടപ്പോ ചൊവ്വാദോഷം ഇല്ലാതിരിക്കാൻ മുട്ടർത്തോരാണ് നമ്മളെ ശാസ്ത്രജ്ഞന്മാര്. അങ്ങനത്തെ ഒരു നാട്ടിലും കൂടിയാണ്. എന്നുവെച്ചാൽ കൊടികുത്തിയ ഖുറാഫാത്തും അതുപോലെ തന്നെ അന്ധവിശ്വാസങ്ങളും നിറഞ്ഞ ഒരു നാട്ടില്. അന്ന് മൗണ്ട് ബാറ്റൻ പ്രഭുവാണ് രാജ്യം ഭരിക്കുന്നത് ബ്രിട്ടീഷുകാരുടെ ഭാഗത്തുനിന്ന്. അദ്ദേഹം പറഞ്ഞു, ഈ നാട് നന്നാവൂലാണ്. സ്വാതന്ത്ര്യം തരാന്ന് പറഞ്ഞിട്ട് പിന്നെ നട്ടപ്പാതിര കഴിയാൻ കാത്തുന്നവരാണ്. ഈ നാട് നന്നാകൂലെന്ന് അദ്ദേഹം പറഞ്ഞ വാക്ക് വല്ലാത്തൊരു വാക്കാണ്. നന്നായിട്ടില്ല, ഇങ്ങോട്ട് നന്നാകാനും പോകൂല എന്നുള്ളിടത്താണ് കാര്യങ്ങൾ നിൽക്കുന്നത്. ഏതായിരുന്നാലും രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം കാത്തു സൂക്ഷിക്കാൻ ബാധ്യസ്ഥരായ നമ്മള്
ആ വിഷയത്തിൽ ബോധവാന്മാരാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ മുസ്ലിം നാടുകളെയും രക്ഷിക്കുന്ന പോലെ ഇന്ത്യ രാജ്യത്ത് യഥാർത്ഥ മുഅ്മിനുകളായി ജീവിക്കുവാനുള്ള അവസരവും തൗഫീഖും നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് രോഗം കൊണ്ട് പൊറുതിമുട്ടുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല രോഗശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മോട് വിട പറഞ്ഞ നമ്മുടെ മാതാപിതാക്കളുണ്ട്, സഹോദരി സഹോദരങ്ങളുണ്ട്, ഉറ്റവരും മുടയവരുമുണ്ട്. അവർക്കൊക്കെ അവരുടെ ബർസഖിയായ ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല ഭാസ്വരമാക്കി കൊടുക്കുകയും അല്ലാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അവരെയും നമ്മയും അല്ലാഹു പ്രവേശിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ സഹോദരങ്ങൾ ഗസയിൽ പട്ടിണി കിടന്ന് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് അവർക്ക് സമാശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات يا مجيب الدعوات ويا قاضي الحاجات. اللهم اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم لا تدع لنا ذنبا إلا غفرته ولا عيبا إلا سترته ولا مرضا إلا شفيته ولا حاجة من حوائج الدنيا والآخرة إلا قضيتها ويسرتها لنا يا أكرم المكرمين. وارحمنا بأنواع رحمتك يا أرحم الراحمين.